അപ്പോൾ അവർക്ക് നിക്കക്കള്ളിയുള്ള ആൾക്കാരാണ്, അവർക്ക് യോഗ്യത, അതാണ് മെറിറ്റ് എന്ന് പറയണത്. നിക്കക്കള്ളിയുണ്ട്. നിക്കക്കള്ളി ഉള്ളത് കാരണം ഈ വിഷയത്തിൽ അധികം യൂണിവേഴ്സിറ്റിയല്ലേ കിട്ടിയാലും കൊള്ളാൻ, കിട്ടിയില്ലല്ലോ, എപ്പോഴും കിട്ടുമല്ലോ. അവൻ പഠിച്ചതല്ലേ, ആ ഹോട്ടൽ മാനേജ്മെൻറ്റ് നല്ലവണ്ണം പഠിച്ചതല്ലേ, അവൻ പ്രൊഫഷണലായിട്ട് പഠിച്ചതാണ്. അവന് എപ്പോഴും ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ അവസ്ഥ ഇപ്പോൾ മാറി ഇപ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂടുമില്ലാത്ത രീതി വഴിയാധാരമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് അവർക്ക് ഈ നമ്പർ കൊടുക്കേണ്ടത്. നമ്പർ വന്നിട്ട് ഈ ചേട്ടൻ വന്ന് ഇവിടെ ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് മകനെ എത്രയും പേരെ റീസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യണത് അമ്മ ആ വിഷയം പെട്ടെന്ന് കഴിഞ്ഞാൽ വിതിൻ നോ ടൈം എടുക്കും. ഒരാഴ്ചക്കുള്ളിൽ ഇവരമ്മ പോസ്റ്റ് ചെയ്യും. അതൊരു ഖത്തറിൻ്റെ ഒരു നല്ല, മലയാളികളൊന്നുമില്ല, ഫോറിനേഴ്സ് മാത്രമുള്ള ഒരു ഖത്തറിൻ്റെ ഹോട്ടലിലേക്ക് അവനെ സ്പോൺസർ അവനെ അവിടെ, അതായത് ചെറിയൊരു ഇൻ്റർവ്യൂ മാത്രം എടുത്തിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ മെറിറ്റുകളൊന്നുമില്ല, ഫുൾ ആൻഡ് ഫുള്ള് ഗ്രേസിലാണിത് വർക്ക് ചെയ്യണത്. അതിന് ഈ സഹോദരി പറയുന്നത്, ബീനാലാൽ പറയണത്, ഹസ്ബൻഡുമായിട്ട് എപ്പോഴും എനിക്ക് പടയാ, ഞാൻ ആരെയും ഒന്നും അംഗീകരിക്കത്തുമില്ല, ഞാൻ എല്ലായിടത്തും ചെന്നിട്ടും ചില സമയത്തൊക്കെ എനിക്ക് അവർ പറഞ്ഞത് ഞാൻ കുറച്ച് എളിമപ്പെട്ടു. അതാണ് അവർ പറയുന്നതിൻ്റെ റീസൺ. അത് പലർക്കും അത് ബാധകമാണ് ശരിക്കും. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ എടുത്തുചാട്ടം, മുൻകോപം, കലഹവാസന, ഭിന്നത, മദ്യപാനം, ഇങ്ങനെയുള്ള ജഡികമായിട്ടുള്ള ദൈവത്തെ അവോയ്ഡ് ചെയ്യണതാണ് ഇതെല്ലാം. ഉടമ്പടി അനുസരിച്ച് നമ്മൾ കാണിക്കുന്ന എല്ലാ വിഷയങ്ങളും, ദാർഢ്യങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, മുൻകോപം, കലഹവാസന, മറ്റുള്ളവരെ തർക്കിച്ച് ജയിക്കാനുള്ള അഭിവാഞ്ച, ഇങ്ങനെയുള്ള ഓരോ പരിപാടികളില്ലേ. ചിലർ ഭക്ഷണം എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ സഹകരിക്കാതിരിക്കുക, വീട്ടിൽ ജോലി ചെയ്യാതിരിക്കുക, ഇങ്ങനെ സ്ട്രൈക്ക് വീട്ടിൽ നടത്തണില്ലേ. അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ഇതുപോലെയുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചാൽ ദൈവം കൈയും കാലും വെട്ടാൻ സാധ്യതയുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നീ ദൈവത്തോട് ഉടമ്പടി എടുക്കുമ്പോൾ ദൈവം ഒരു കക്ഷി, നീ ഒരു കക്ഷിയാണ്. നിന്നെപ്പോലെ കുളിക്കാത്ത പണ്ടാരങ്ങളൊക്കെ വന്ന് ഉടമ്പടി എടുത്താൽ പണി കിട്ടുന്ന കാര്യം, പരമപരിശുദ്ധനായ ദൈവത്തോട് വൃത്തിമനയില്ലാത്തവൾ, അഹങ്കാരി, മുൻകോപി, വ്യഭിചാരി, മദ്യപാനം നടത്തുന്നവനെ, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നത്, നാട്ടുകാരുമായിട്ട് അടിപിടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരു കക്ഷിയാണോ ദൈവമായിട്ട് ഉടമ്പടി എടുക്കാൻ? അല്ല. നിങ്ങൾ ആരുമായിട്ട് ഉടമ്പടി എടുക്കണത്? പരമപരിശുദ്ധനായ ദൈവമായിട്ടൊരു കക്ഷി. മറ്റു കക്ഷി ആരാണ്? നിങ്ങളാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് കൊണ്ട് സഹോദരങ്ങളോട് മിണ്ടത്തില്ല, സഹോദരങ്ങളോട് സംസാരിക്കത്തില്ല, സഹോദരങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല, ആർക്കും അർത്ഥയ്ക്ക് ഉപ്പ് തെക്കത്തില്ല. ഇന്നലെ ഒരു കൊച്ചിനെ പിടിച്ചെടുത്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഒരു രോഗിനെ, ക്യാൻസർ രോഗിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇടയ്ക്ക് ചെന്നപ്പോൾ ഇവളെ കൊച്ചിനെ എന്നെ കാണിച്ച്, അച്ഛാ കുഞ്ഞിനെ എന്തോ ഗുരുതരമായ രോഗമാണെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി എടുത്ത് എന്നാണ് എടുത്തത്? കഴിഞ്ഞ ആഴ്ച. ഉടമ്പടിയുടെ പത്രങ്ങളൊക്കെ പത്രമൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, രോഗികളൊക്കെ പോയി കാണാമെന്ന് ഒത്തിട്ടില്ല. അപ്പോൾ കൊച്ചിനെയും വെച്ചുകൊണ്ട് വന്നിരിക്കും. ഞാൻ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. കൊച്ചും കുഞ്ഞും വലുതും ഒന്നും പ്രശ്നമല്ല, ഉടമ്പടിയാണ് കൃപാസനത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചത് ഇവളൊരു പരിപാടി ചെയ്തിട്ടില്ല. ഇവൾ പിന്നെയും കൊച്ചിനെയും ചോദിച്ചാണ് പിന്നെയും കൃപാസനത്തിൽ വന്നിരിക്കുന്നത്, അച്ഛനെ കാണണമെന്ന് പറഞ്ഞ്. ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ അമ്മയെയും കൊണ്ടുവിടുന്നുണ്ട്, ക്യാൻസർ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞങ്ങൾ 3 മണിക്കൂർ ഇവിടെ നിന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ഛാ സോറി, ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? നമ്മളോട് ഈശോ പറഞ്ഞിരിക്കണത്, ആദ്യം ഉടമ്പടി തന്നപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യം തന്നത് അനുതാപമാണ് തന്നത്. അനുതപിക്കുക എന്നാണ് പറഞ്ഞത്. അനുതപിച്ചാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹം രണ്ടാമത്തതാണ്. ആദ്യം അനുതാപമാണ് തന്നിരിക്കുന്നത് 2015. അപ്പോഴ അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാത്തോളം കാലം ഞാൻ നിങ്ങളെ കൈവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം നിങ്ങളെ ഇങ്ങനെ സ്ക്രൂട്ടണി ചെയ്യണത്. ഓരോ ചീട്ടൊക്കെ നോക്കത്തില്ലേ, നിങ്ങൾ ഷെയർ ചെയ്തതാണോ ചോദിക്കുക. അച്ഛനെ കാണാൻ വരുമ്പോൾ അവിടെ 300 പേരൊക്കെയാണ് നിൽക്കണം കാണാൻ വേണ്ടി. അപ്പോൾ അവരൊക്കെ 3 പേരെ ഇരുത്തിയിട്ടുണ്ട് അവിടെ. അവർ നിങ്ങളെ മൊബൈൽ കാണിക്കണം, നിങ്ങൾ യൂട്യൂബ് വചനം ഷെയർ ചെയ്തതാണെന്ന് നോക്കാൻ വേണ്ടി യൂട്യൂബ് കാണിക്കാൻ പറയും, മൊബൈൽ കാണിക്കാൻ പറയും. അപ്പോഴെന്താ സംഭവം? അവർ ഇത് സബ്സ്ക്രൈബ് പോലും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ധ്യാനം കേൾക്കണത്?
ഇതിന് ഏറ്റവും മസ്റ്റാണ് അത് എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കേൾക്കുക എന്നുള്ളത്. കാര്യം ഉടമ്പടി ഈ ലോകത്ത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഉടമ്പടി കൂടി ദൈവം നൽകുന്നത് പുതിയ പുതിയ അപ്ഡേഷൻസ് വരണത് അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ധ്യാനം കേൾക്കാതെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ചില ആൾക്കാർ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടെടുത്തതിന് ശേഷം മക്കളെയൊക്കെ കെട്ടി വിളിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ മക്കളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഈ ഉടമ്പടി ഇൻവെസ്റ്റ്മെൻറ്റ്? നിങ്ങൾ അമ്മയുടെ കൂടെ രോഗികളെ കാണാൻ പോയോ? നിങ്ങൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുത്തോ? നിങ്ങൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തോ? ഒന്നും ചെയ്തിട്ടില്ല. അമ്മയുടെ കൂടെ മുട്ടയെന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയോ? ഒന്നും ചെയ്തില്ല. വണ്ടി വിട്ടേക്കാൻ പറയും. എന്തിനാ അങ്ങനെ ചുമ്മാ? ഞാൻ പറഞ്ഞ് ഈ മരക്കൈനെ കൊണ്ട് നിങ്ങൾ പാമ്പ് പിടിപ്പിക്കരുത്. അത് അമ്മയാണ് മരക്കൈനാണ്. അമ്മയെ കൊണ്ട് പാമ്പ് പിടിപ്പിക്കും, അമ്മയെ കൊണ്ട് ഉപവസിപ്പിക്കും, അമ്മയെ കൊണ്ട് രോഗികളെ കാണും. ഇവളൊന്നും ചെയ്യത്തുമില്ല. അമ്മ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ ഇവളവിടെ ഇരുന്നുകൊണ്ട് സുവോളജി പഠിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ അവളും കൂടെ വരും. ഞാൻ പാക്ക് ചെയ്ത് വിടും. അല്ലെങ്കിലും മര്യാദകൾ കുറിച്ചുരൂപം കൈ കൊടുത്തിട്ട് ഞാൻ പറയും, നീ സത്യം ചെയ്യും, അമ്മ പറഞ്ഞിരിക്കുന്ന അത്രയും ഉടമ്പടിയുടെ കാര്യങ്ങൾ ഞാനിനി ഏറ്റെടുത്ത് ചെയ്തോളാമെന്ന്. അമ്മനെ നിങ്ങൾ ആൾക്കാരൊക്കെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയാണിത്, അല്ലാതെ ഇത് അനുഗ്രഹ കൈവപ്പ് പ്രാർത്ഥനയല്ല, തീർത്ഥാടന പള്ളിയല്ല ഇത്. തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശത്തിൽ ആരും കൃപാസനത്തിൽ വരേണ്ട കാര്യമില്ല. അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ വാഗ്ദാനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയിലാണ്. അത് നമുക്ക് ഇട്ടിരിക്കുന്നത് ആ വ്യക്തികൾ അതനുസരിച്ച് ദൈവത്തിൻ്റെ വ്യക്തികളായി മാറണം. ആ ദൈവത്തിൻ്റെ വ്യക്തികളായി മാറിയിട്ട് ആദ്യം വ്യക്തികൾ വിശുദ്ധീകരണം നടക്കണം, രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളുടെ ശക്തീകരണം നടക്കണം, മൂന്നാം ഘട്ടത്തിൽ വ്യക്തികളിൽ സാക്ഷീകരണം നടക്കണം. ഇപ്പം ഞങ്ങൾ എപ്പോഴും നോക്കണത് അതാണ്, സാക്ഷ്യം പറഞ്ഞാണോ ചോദിക്കും. പക്ഷേ കാണാം ചിലർക്ക് ഭയങ്കര തിടുക്കമാകുമ്പോൾ ചോദിക്കും, എത്ര നാളെ ഇവിടെ എടുത്തിട്ട്? 6 മാസം. സാക്ഷ്യം പറഞ്ഞോ? സാക്ഷ്യം പറഞ്ഞില്ല. വണ്ടി ഇടേക്കാൻ പറയും. അപ്പോൾ തന്നെ ഞങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തിയെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കത്തുള്ളൂ, സ്വീകരിക്കാൻ പറ്റുമെന്ന് നോക്കണത്. എന്താ കാര്യം? ഉടമ്പടിയുടെ കാവൽക്കാരാണ്. ഉടമ്പടിയെ ദൈവം നൽകിയത് അത് നടപ്പിൽ വരുത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞങ്ങളിത് കാര്യങ്ങളെല്ലാം തിരക്കും. നിങ്ങൾ ഉടമ്പടിയിലാണോ ജീവിക്കുന്നത്? ഉടമ്പടിയുടെ സാക്ഷ്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഉടമ്പടിയുടെ പവറിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആദ്യം സുവിശേഷം ആകണം, പിന്നെ സുവിശേഷം ഏകണം. അപ്പം അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കണം. വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ദൈവം നിങ്ങളെ ശക്തീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സാക്ഷികളായി മാറണം. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടായി, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ നിന്റെ സാക്ഷികളായി ഉയർത്തണമേ, ഞങ്ങളെ നിന്റെ സാക്ഷിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മുടെ രോഗസൗഖ്യ പ്രാർത്ഥനയും ജീവിത അവസ്ഥകളുടെ പ്രാർത്ഥനകൾ ആരാധന ആദ്യ ഭാഗങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ അച്ഛൻ അഡ്രസ്സ് ചെയ്യാത്ത അച്ഛൻ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വിഷയങ്ങൾ ആരാധനയിൽ ഞാൻ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് സ്വയമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാവുന്ന സമയമാണ്. കൈകൾ കുപ്പി കണ്ണടച്ച് കർത്താവിൻ്റെ തിരുസേന ആശീർവാദത്തിന് മുമ്പ് നിങ്ങൾ നടത്തേണ്ട സമർപ്പണ പ്രാർത്ഥനയുടെ സമയമാണ്. ഭക്തിപൂർവ്വം കൈകളെ അടച്ച് കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഏതെങ്കിലും വിഷയം അച്ഛൻ വിട്ടുപോയി നിങ്ങളുടെ വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് സ്വകാര്യമായി ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ആരാധനയുടെ ഏറ്റവും മുന്തിയ ആശീർവാദ നിമിഷങ്ങളിലാണ് നമ്മൾ. ഒരു നിമിഷം രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള ഈ ഭൂമിയിലെ നല്ലൊരു ശതമാനം ജനങ്ങൾ സമാധാനത്തോടെ അവിടെ ജീവിതം പുലരുന്ന ഒരു വലിയ രാജ്യമാണ് നമ്മുടേത്. രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. രാജ്യത്തിനെതിരെ അകത്തുനിന്ന് വരുന്ന ഛിദ്രശക്തികൾ അവരെല്ലാം തെറ്റുകൾ മനസ്സിലാക്കി
രാജ്യത്തിൻ്റെ അഖണ്ഡതയോട് ചേർന്ന് ഒറ്റ രാഷ്ട്രസമൂഹമായി മുന്നേറാനുള്ള മാനസിക അവസ്ഥകൾ രൂപപ്പെട്ടു വരണം. വിഭാഗ്യതകളെല്ലാം മാറി എല്ലാ ജനതകളെയും ഒരുമിച്ച് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാനസിക വികാസമുള്ള ഭരണാധികാരികളായി മാറണം. ലോകത്തിന് നമ്മുടെ രാജ്യം നൽകിയിട്ടുള്ള മനോഹരമായ സാംസ്കാരിക സംഭാവനകളും വിദേശ വിനിമയങ്ങളും സമാധാനത്തിൻ്റെ പുതിയ അധ്യായം ലോക ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടണം. എല്ലാത്തിനും വേണ്ടി രാജ്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഓക്കെ സഹോദരനെ, മുട്ട നിന്ന് നമുക്ക് സമാപന ആശീർവാദം മേടിക്കാം. ഭക്തിയോടെ മുട്ടതേക്കണേ. നിങ്ങൾ കേട്ട ഭജനവും നിങ്ങൾ ഈ ആഴ്ചയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആശീർവാദം മേടിക്കേണ്ടത്. ഈ ആഴ്ചയിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ആശീർവാദം സ്വീകരിക്കേണ്ടത്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഒന്നാമത്തെ അറിയിപ്പ്, എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനുമുള്ള അവസരമുണ്ടായിരിക്കും. എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ടായിരിക്കും. പിന്നെ പർട്ടിക്കുലറായിട്ട് അച്ഛനെ കാണാൻ വരുന്നവരുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഉടമ്പടി 2 പുതുക്കി 3 പുതുക്കിയൊക്കെ എടുത്തിട്ട് ചില സമയത്ത് അത്യാവശ്യം കണ്ടേ മതിയാവൂ, അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില പ്രത്യേക വിഷയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള എമർജൻസി ആൻഡ് അർജൻസി വിഷയങ്ങൾ അച്ഛൻ ആൾക്കാരെ കാണും.
അപ്പോൾ അത് 3 മിനിറ്റാണ്. 1 മിനിറ്റ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, 1 മിനിറ്റ് ഞാൻ ആ വിഷയം പരിശുദ്ധ അമ്മയ്ക്ക് മധ്യസ്ഥ ഏൽപ്പിക്കുന്നു, അടുത്ത മിനിറ്റ് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. പക്ഷേ അതിൻ്റെ ഡോക്യുമെൻ്റ് ഓഫീസിൽ കൊടുക്കണം. നിങ്ങൾ ഇത്രയും ഗുരുതരമായ വിഷയത്തിലാണെന്നുള്ള ഡോക്യുമെൻ്റ് വേണം. ഇപ്പം പറഞ്ഞാൽ പറ്റത്തില്ല, ഡോക്യുമെൻ്റ് വേണം. അതിന് രേഖ വേണം. ജപ്തി നടപടിയുടെ ആയാലും ശരി. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവിടെ ചെക്ക് ചെയ്യുന്നവർ നിങ്ങൾ ഉടമ്പടി ഇപ്പം പാലിക്കുന്നുണ്ടോ. ഉടമ്പടി ഒരു ചൊല്ലണ പ്രാർത്ഥനയല്ലല്ലോ, ചെയ്യണ പ്രാർത്ഥനയാണ് 80%. അപ്പം ചെയ്യുന്ന അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ പറ്റിയ ഒരു ഫോർമാറ്റുണ്ട്. അതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിൽ, കാര്യം 300 പേര് 200 പേരൊക്കെ ക്യൂ നിൽക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് 80 പേരെയാണ് അച്ഛന് കാണാൻ പറ്റുന്ന ഒരു ദിവസം. അപ്പം അതിൻ്റെ ഏറ്റവും ടോപ്പ് സീരിയസ് ആൾക്കാരെയാണ് കാണുന്നത്. പക്ഷെ കാണുമ്പോൾ സത്യം ചെയ്യണത് കാണുന്ന കാര്യങ്ങൾ ആണ് അവിടെ പറയേണ്ടത്. അത് പറഞ്ഞതിന് ശേഷം ആ വിഷയമാണ് ഇവിടെ അൽത്താറയ അച്ഛൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ചിലരെങ്കിലും, ഇപ്പം ഇന്നലെ ഒരു ദിവസം ഒരു അമ്മച്ചി വന്നിട്ട് അമ്മച്ചിക്ക് ഹാർട്ടിന് കുഴപ്പമാണെന്ന് അവിടെ പറഞ്ഞ്, പക്ഷെ ഇവിടെ വന്ന് വെച്ചും പറഞ്ഞ് മകൾ ഓജോ ബോർഡ് കളിക്കണം എന്ന് പറഞ്ഞ്. വ്യത്യാസം അതാണ്. അപ്പം അമ്മച്ചിക്ക് പ്രശ്നം ഹാർട്ടിൻ്റെ പ്രശ്നമല്ല. അപ്പം ഞാൻ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഇല്ലേ, അല്ല അത് പണ്ടുണ്ടായിരുന്നു, സുഖപ്പെട്ടതാണ്. ഇപ്പോൾ ഓജോ ബോർഡ് അവിടെ പറയാൻ പറ്റാത്ത കാരണം ഹാർട്ട് പറഞ്ഞിരിക്കുക. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പറയുന്നത് ഇവിടെ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. വേറെ ഒന്നും പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ വ്യാജ ചീട്ട് എടുക്കരുത്. അവിടെ എന്താ പറയണത് അതേ ഇവിടെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ എക്സ്ട്രാ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ആ വിഷയം കൈകാര്യം ചെയ്യാൻ. പിന്നെ അച്ഛനെ കാണാൻ വരുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അത് ഒരു ശ്രദ്ധ വേണം. അതായത് ചില സമയത്ത് ഞാൻ മിക്കവാറും തന്നെ ഇവിടെ ഉണ്ടാവും, സീരിയസ് വിഷയം, രൂപത കുറച്ച് കാര്യം ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്ക് പോകും. പക്ഷേ എല്ലാ സമയം തന്നെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഇവിടെ ഉള്ള ദിവസങ്ങളെല്ലാം ആൾക്കാരെ കാണുകയും ചെയ്യും. പക്ഷേ അച്ഛനെ കാണുന്നതല്ല ഉടമ്പടിയുടെ ലക്ഷ്യം. അതല്ല ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് ദൈവം നേരിട്ട് ചെയ്യണ കാര്യങ്ങളാണ് 99% ഉള്ളത്. 1% മാത്രമേ അച്ഛനെ കണ്ടിട്ട് ചില ആൾക്കാർ സാക്ഷ്യം പറയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് ഉടമ്പടിയിൽ നിങ്ങൾ ബുദ്ധിപൂർവം ബോധപൂർവം സ്വയം സമർപ്പിതരാകാൻ വേണ്ടി പ്രത്യേക കാര്യം. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങളെ ഒരു കാലത്തും കൈവിടത്തില്ല. അപ്പം നിങ്ങൾ ദൈവത്തെ കൈവിടാതിരുന്നാൽ മതി. ഉടമ്പടി ഉഴപ്പിക്കൊണ്ട് അപ്പം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ അങ്ങനെ അച്ഛനെ കാണണമെന്ന് അത്യാവശ്യം നിർബന്ധമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് ഓഫീസിൽ ബുക്ക് ചെയ്യണം. അല്ല നേരെ ഇങ്ങോട്ട് കൊച്ചു രോഗിനെയും വിളിച്ചുകൊണ്ട് വന്ന് അച്ഛനില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനന്ന് കാണുന്ന ദിവസമായിരിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ വല്ല സിക്ക ഈ ആൾക്കാരെ കാണുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടും. അത് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയണില്ല. കാര്യം കാരണം നമ്മൾ ലൈഫ് കമ്മിറ്റഡ് ആണല്ലോ ഈ വിഷയത്തിന്. അതുകൊണ്ട് ഓരോ മനുഷ്യരെ കാണും, ഞാൻ കൈ കഴുകും, പിന്നെയും കാര്യം ആർക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അടുത്ത ആളിന് വരരുതല്ല. അത് കാരണം ഞാനത് സ്റ്റെറിലൈസ് ചെയ്ത് കൈയെല്ലാം കഴുകിയിട്ടാണ് വീണ്ടും തുടച്ചിട്ട് അടുത്ത ആളെ കാണുന്നത്. അപ്പോൾ 80 പേര് കാണുകയാണെങ്കിൽ 80 പ്രാവശ്യം കൈ കഴുകും, ഒരു സംശയമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെക്കൊന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടരുത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അച്ഛനെ കാണുന്ന നിർബന്ധമാണെങ്കിൽ നിങ്ങൾ 9447285400 ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ അവർ എഴുതിയിടും ഇന്ന ആൾ. അപ്പോൾ അവർ പറയുകയും ചെയ്യും. അപ്പം നാളെ കാണണമെങ്കിൽ ഇന്ന് വിളിക്കണം. ഇന്ന് അവരുടെ ഡേറ്റ് ബുക്ക് ചെയ്യും. പിന്നെ ആൾ വരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്, കോഴിക്കോട്, അങ്ങനെ ഉള്ള സ്ഥലത്തുനിന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബുക്ക് ചെയ്താൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ചീട്ട് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ചില ആൾക്കാർ ബുക്ക് ചെയ്യാതെ ചില ആൾക്കാർ വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവരെ അറിയിപ്പ് കേൾക്കണില്ല. അപ്പോൾ ഞാൻ 2-3 കുഞ്ഞുങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ബിഷപ്പ് ഹൗസ് മീറ്റിംഗ് ഉണ്ടായി. ഞാൻ ചാടി പുറത്ത് വീഴാൻ നോക്കിയപ്പോൾ അതായത് ആൾക്കാരിവിടെ നിറച്ച് നിൽക്കുകയായിരുന്നു. അവസാനത്തെ ആളെയും കണ്ട് ബിഷപ്പ് ഹൗസ് മീറ്റിംഗ് തുടങ്ങാൻ നേരത്താണ് ഞാൻ ഇവിടുന്ന് ചാടിയത്. ചാടിയപ്പോൾ 3 പേര് എന്നെ വന്ന് വിളിച്ച്, അച്ഛാ ഒന്ന് ബ്ലസ് ചെയ്യ അച്ഛാ. ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് അച്ഛൻ ഉണ്ടാവത്തില്ലെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥനയെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവർ പ്രാർത്ഥന കൂടിയിട്ടില്ല. അതാണ് പ്രശ്നം. ഈ എല്ലാ ചൊവ്വാഴ്ചത്തെയും പ്രാർത്ഥനകളിൽ അവസാനം അറിയിപ്പുണ്ട്.
അതാണ് അപ്ഡേഷൻ. നിങ്ങൾ ഒന്ന് ആ പ്രാർത്ഥന കൊണ്ട് അവസാന ഭാഗം ഒന്ന് കേൾക്കണം. അച്ഛനുണ്ടോ, ഈ ഒരു ദിവസം ഉണ്ടോ, ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇടയ്ക്ക് ഇതുപോലെ കാഷ്വാലിറ്റി എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ പോകും. പക്ഷെ വെറുതെ ഒന്നും പോകത്തില്ല. പ്രസംഗം, കല്യാണം, അങ്ങനെ ഒന്നും ഒരു പരിപാടിക്കും പോകത്തില്ല. കാര്യം ജനങ്ങളെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടിയും കയറി ചിലരൊക്കെ 3000-4000 രൂപ മുടക്കിയാണ് രോഗം പിടിച്ച് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടും പോകത്തില്ല ഒരിക്കലും. പോയാൽ കർത്താവ് എന്നോട് ചോദിക്കും, അതുകൊണ്ട് ഞാൻ പോകത്തില്ല. പക്ഷെ നിങ്ങളൊരു പണി ചെയ്യണം. അച്ഛന് നിവർത്തിയില്ലാത്ത കാര്യത്തിൽ ഞാൻ പോകും, പക്ഷേ നിങ്ങളത് ചോദിച്ചൊന്ന് ഓഫീസൊന്ന് ഉറപ്പ് വരുത്തണം. അച്ഛൻ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം.